അഖിൽ സാറും അച്ഛനും എവിടെ പോ? എന്താ രണ്ടാളൊന്നും മിണ്ടാത്തെ? അവരെവിടെ? മോളെ, നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഫോൺ വിളിച്ചപ്പോ അവരെ വിട്ടയച്ചു എന്ന് വെറുതെ പറഞ്ഞതാ. അമ്മേ, അപ്പൊ അഖിൽ സാറ്? അക്കിമോനെ അറസ്റ്റ് ചെയ്തു. നമ്മുടെ പച്ചക്കറി കടയിൽ നിന്നും തിരുവാഭരണം പോലീസ് കണ്ടെടുത്തു. വാസുവേട്ടനും അക്കിമോനും കൂടിയ തിരുവാഭരണം മോഷ്ടിച്ചെന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നത്. എന്റെ കൃഷ്ണ, എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നേ? ഇപ്പൊ അമ്പല കമ്മിറ്റിക്കാരും നാട്ടുകാരും നമുക്കെതിരായിരിക്കുക. ഞാൻ കാര്യം അറിയാൻ അമ്പലത്തിൽ പോയപ്പോ അവിടെ എല്ലാവരും എന്നെ കളിയാക്കുക. തിരുവാഭരണം മോഷ്ടിക്കുന്നു, ദാരിദ്ര്യാന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുക. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതി നിരപരാധികളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല. ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന അക്കിമോനും കൂടി. അത് ഓർക്കുമ്പോഴാ മോളെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത. എന്റെ കൃഷ്ണ, ഞാൻ നിന്റെ സന്നിധിയിലും നിനക്ക് വേണ്ടി പാടിയപ്പോ ഇവിടെ എന്റെ അച്ഛനും അഖിൽ സാറും. ഭഗവാനെ, എന്തിനാ നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്റെ അഖിൽ സാറിനെ, അച്ഛനെ അവിടെ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ കണ്ണ. വാസുവേട്ടനും അക്കിമോനും കൂടിയ തിരുവാഭരണം മോഷ്ടിച്ചെന്ന നാട്ടുകാർ മുഴുവൻ പറയുന്നത്. ഇപ്പൊ അമ്പല കമ്മിറ്റിക്കാരും നാട്ടുകാരും നമുക്കെതിരായിരിക്കുക. അപ്പോ തിരുവാഭരണം മനഃപൂർവ്വം ആരോ അവിടെ കൊണ്ടുവച്ചതാണ്. ഇത് ചതിയാ. അത് ചെയ്തത് ആരാണെന്ന് കണ്ടെത്തണം. മോളെ, മോളെ എവിടേക്കാ? അമ്മ, ഇത് നമ്മളെ ചതിക്കാൻ വേണ്ടി ആരോ ചെയ്തതാ. അതാരാണെന്ന് ഞാൻ കണ്ടെത്തും. അതിനൊരു വഴി എന്റെ കൃഷ്ണൻ കാണിച്ചു തരും. മോളെ, അത് ഞാൻ തിരിച്ചു വരുന്നത് അഖിൽ സാറിന്റെ അച്ഛന്റെ ഒപ്പമായിരിക്കും. അതിന് കണ്ണൻ എന്റെ കൂടെ ഉണ്ടാവും. അപ്പോ
അഖിൽ സാറിന് കടയടയ്ക്കാൻ പോലും പോലീസ് സാവകാശം കൊടുത്തില്ല. ഇത് മനഃപൂർവ്വം ആരോ ചെയ്ത ചതിയ, അല്ലെങ്കിൽ തിരുവാഭരണം പച്ചക്കറി കടയിൽ തന്നെ കൊണ്ടുവയ്ക്കാൻ അതാരാണെന്ന് കണ്ടുപിടിക്കണം. എന്റെ കണ്ണ, ഞാൻ നിനക്ക് അത്രയും പ്രിയപ്പെട്ടവളാണെങ്കിൽ ഇതിനൊരു വഴി നീ എനിക്ക് കാണിച്ചു തരണേ. അറിയാലോ, എന്നെ സഹായിക്കാൻ ഇപ്പൊ നീ അല്ലാതെ മറ്റാരുമില്ല. ഈ കട നടത്തുന്ന അഖിലിന്റെ ഭാര്യയല്ലേ? ആ അതെ. ഇവിടെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്തായാലും കഷ്ടമായി പോയി. ഞാൻ അപ്പുറത്ത് കട നടത്തുന്ന ആളാ, സജി. പരിചയപ്പെട്ടില്ലെന്നേ ഉള്ളൂ, ഞാൻ ചേട്ടനെ കണ്ടിട്ടുണ്ട്. അഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം ഈ കട അടയ്ക്കാൻ ആരും വന്നില്ല. വീട്ടിലാരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാ. ഞാൻ വന്ന് ഷട്ടറെങ്കിലും ഇട്ടേനെ. പിന്നെ പോലീസ് കേസ് പ്രശ്നമെന്ന് കരുതിയാ ഞാൻ വരാത്തത്. സാരമില്ല, രാത്രി അങ്ങനെ ആരും വന്നൊന്നും എടുത്തോണ്ട് പോകുന്നില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അല്ല, രാത്രി അങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ എൻ്റെ കടയിൽ CCTV ഉണ്ട്. പച്ചക്കറി കട ശരിക്കും കാണാൻ പറ്റും. എന്താ ആലോചിക്കുന്നേ? ചേട്ടാ, ആ CCTV ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? എന്തിനാ? എല്ലാം പറയാം, ചേട്ടനൊന്ന് വരുമോ? വാ. ചേട്ടാ, ഇതല്ല, കുറച്ചുകൂടി പിന്നിലേക്ക് പോവാമോ? ഈ വീഡിയോ ആണോ? അവിടെ കടയിൽ തിരുവാഭരണം എടുത്ത തലേന്ന് രാത്രി. ആ, നോക്കട്ടെ. ചേട്ടാ, അതൊന്ന് പ്ലേ ചെയ്യോ? ഇതാ തിരുവാഭരണമാണെന്ന് തോന്നുന്നു. അപ്പൊ ഇവരാണിത് ചെയ്തതല്ലേ? എന്റെ കൃഷ്ണ, എനിക്ക് ഉറപ്പായി നിനക്ക് പ്രിയപ്പെട്ടവളെ ഈ ശ്യാമ, സംശയമില്ല. നിങ്ങൾ വേഗം പോലീസിനെ വിളിക്കേ. CI സാറിന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ചേട്ടാ, നമ്പർ ഒന്ന് പെട്ടെന്ന് തരുമോ? ആ, 7902 897. ശരി ചേട്ടാ, താങ്ക് യു. ആ,
സർ, തിരുവാഭരണം മോഷണം ആരോപിച്ച് സ്റ്റേഷനിൽ പിടിച്ചു വച്ചിരിക്കുന്ന വാസുദേവന്റെയും അഖിലിന്റെയും ബന്ധുവാണ് ഞാൻ. ശരി. ശ്യാമ നിങ്ങളുടെ ആരാ? എൻ്റെ മകളാണ് സാർ. ഇത് ശ്യാമയുടെ ഭർത്താവാ. പച്ചക്കറി കടയ്ക്ക് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് CCTV ദൃശ്യം കിട്ടി. രാത്രി പച്ചക്കറി കടയിൽ തിരുവാഭരണം ഒളിപ്പിക്കുന്നത് ആ ദൃശ്യത്തിലുണ്ട്. രണ്ടുപേരുണ്ട്. അവരുടെ ദൃശ്യം വ്യക്തമായിട്ടുണ്ട്. പോലീസ് അവരുടെ പിന്നാലെയാ. സത്യത്തിൽ ഇതിന്റെ ക്രെഡിറ്റ് നിങ്ങളുടെ മകൾ ശ്യാമയ്ക്ക. ആ കുട്ടിയുടെ ഐഡിയയാണ് നിങ്ങളെ ഇത്രയും പെട്ടെന്ന് രക്ഷിച്ചത്. എൻ്റെ കൃഷ്ണ, ഇപ്പൊ വിട്ടയക്കുന്നതേ ഉള്ളൂ. ആ മോഷ്ടാക്കളെ കിട്ടുന്നത് വരെ നിങ്ങൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും. ശരി, ഇപ്പൊ നിങ്ങൾക്ക് പോവാം. അച്ഛാ, ഇത് നമ്മളെ മനഃപൂർവ്വം ആരോ ചതിച്ചതാ. അതാരാന്ന് കണ്ടെത്തണം അച്ഛാ. ഒന്നും വേണ്ട പനെ. അങ്ങനെ നമ്മളെ ചതിച്ചത് ആരായാലും ഭഗവാൻ വേണ്ടത് കൊടുത്തോളൂ. ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ വാസുദേവനാ പറയുന്നേ. വളരെ നന്ദിയുണ്ട് സാറേ. പോയിക്കോളൂ. ശരി. ചേട്ടാ, വാസുവേട്ട, അക്കിമോനെ, മോനെ, പോലീസ് ഉപദ്രവിച്ചോ വാസുവേട്ട? ഏയ് അഖിലേട്ടനെ പോലീസ് ഉപദ്രവിച്ചോ? ഏയ് ഇല്ലടാ. ഞാനും അമ്മയും ഇവിടെ അച്ഛനെ അഖിലേട്ടനെ ഓർത്ത് വിഷമിച്ചിരിക്കായിരുന്നു. അമ്മേ, കുറച്ച് വെള്ളം ചൂടാക്കാം. രണ്ടുപേരും ഇന്നലെ കുളിച്ചില്ലല്ലോ. ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് ഭക്ഷണം കഴിക്കാം. ശരി മോളെ, ഞാനത് മറന്നു. എങ്ങനെയാ വാസുദേവനോട് മാപ്പ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്താ ഏതാന്ന് അറിയും മുമ്പേ വാസുവേട്ടൻ അങ്ങനെ സംശയിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അറിവ് വെച്ച കാലം മുതലേ ഭഗവാന്റെ ഉപാസകന.
ഭഗവാന് വേണ്ടി സമർപ്പിച്ചത് എൻ്റെ ജീവിതം. ഭഗവാൻ എന്നെ ഒന്ന് പരീക്ഷിച്ചു. എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു. ഞാൻ എല്ലാവർക്കും വേണ്ടി മാപ്പ് ചോദിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രസിഡന്റെ. എനിക്കൊരു വിഷമവുമില്ല. പക്ഷേ എൻ്റെ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന അഖിമോൻ, മോനെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയതിലേ വിഷമമുള്ളൂ. സാരമില്ല ചാ, അതോർത്ത് വിഷമിക്കണ്ട. എന്തായാലും നമ്മുടെ നിരപരാധിത്വം എല്ലാവരും തിരിച്ചറിഞ്ഞല്ലോ, അത് മതി. ഹലോ. ആ സർ, അതെയോ? സന്തോഷം സർ. ഇപ്പൊ എല്ലാം ബോധ്യമായല്ലോ അല്ലേ? താങ്ക് യു സർ. സ്റ്റേഷനിൽ നിന്ന് CSR ഭഗവാന്റെ തിരുവാഭരണം കട്ട കള്ളന്മാരെ തിരുനെൽവേലിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. എൻ്റെ കൃഷ്ണ. ഈശ്വര. കൃഷ്ണ, നീ കാത്തു. ക്ഷേത്രത്തിലെ ആ സെക്യൂരിറ്റി അറസ്റ്റിലായിന്ന്. അവർക്ക് അയാളുടെ സഹായം ഉണ്ടായിരുന്നു അത്രേ. അപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ മോടെ ബുദ്ധിയാ എന്നെ അഖിമോനെയും ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷിച്ചേ. അതാ ഇപ്പൊ എല്ലാം ശുഭമായി കലാശിച്ചേ. അല്ലച്ചാ, ഞാനല്ല. എന്റെ കണ്ണനാ എന്നെ കൊണ്ട് ആ ബുദ്ധി തോന്നിപ്പിച്ചത്. അതെനിക്ക് ഉറപ്പുണ്ട്. കണ്ണന്റെ മധുരയല്ല ഞാൻ പാടിയത്. അപ്പോ കണ്ണന്റെ ശ്യാമയെ കണ്ണൻ കൈവിടുവോ? ഇതിനകത്തില്ലല്ലോ. അത് പിന്നെ എവിടെ പോയി? ഈശ്വര, 1 ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലേസ് കാണാത്ത. ഞാനിനി എന്ത് ചെയ്യും? വരുൺ വിവാഹ വാർഷികത്തിന് ഗിഫ്റ്റ് തന്നതാ, അത് പോയോ? അന്ന് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോ കഴുത്തിലുണ്ടായിരുന്നു. പിന്നെ വേറെങ്ങും പോയില്ലല്ലോ. ഈ കാറിലാ കയറിയത്. അത് വീണെങ്കിൽ ഈ കാറിൽ തന്നെ ഉണ്ടാവണല്ലോ. പിന്നെ ഇതെവിടെ പോയി? അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നെക്ലേസ് ആയിരുന്നു. ഇന്ന് ഇട്ടോണ്ട് വരാൻ തോന്നിയ സമയത്ത് പറഞ്ഞാ മതിയല്ലോ. ഷോ, അരുണിനോട് അമ്മയോട് എന്ത് മറുപടി പറയും? അയ്യോ, ഇനി ഭഗവാന്റെ തിരുവാഭരണം എടുക്കാൻ ഏർപ്പാടാക്കിയതിന് ഭഗവാൻ തന്ന തിരിച്ചടിയാണോ? ഐശ്വര്യേച്ചി, നമ്മള് പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നില്ലേ? അഖിലും ആ വാസുദേവനും ഇനി ജയിലിൽ ഇടിഞ്ഞാലും പുറത്തു വരില്ല. അവരെ പോലീസ് വെറുതെ വിട്ടെന്നാ ഞാൻ അറിഞ്ഞത്. എന്താ വെറുതെ വിട്ടെന്നോ?